2 മാസം മുമ്പ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് 50 വയസ്സുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കർ നെഞ്ചുവേദനയായിട്ട് വന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം മനസ്സിലാക്കി. ഇദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് നടക്കുന്ന സമയത്ത് കാലിൽ നല്ല വേദന, അതുപോലെ തന്നെ പലപ്പോഴും തലകറക്കം അനുഭവപ്പെടുന്നു. അയാൾ എന്നോട് പറഞ്ഞു, കാലുവേദനക്കായിട്ട് ഓർത്തോപീഡീഷ്യനെ കാണിച്ചിട്ടുണ്ട്, തലകറക്കമുള്ളതുകൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ കാണിച്ച ഡോക്ടർമാർക്കൊന്നും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുകൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ഡയഗ്നോസിസ്, അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വ്യക്തിയെ കുറിച്ച് ടെസ്റ്റുകൾക്ക് അയക്കുകയും എന്റെ ഡയഗ്നോസിസ് കൃത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. നമ്മുടെ ശരീരത്തിൽ രക്തധമനികൾ എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു രക്തധമനിയിൽ വരുന്ന പ്രശ്നം മറ്റു രക്തധമനികളെ അതേ സമയത്ത് ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അഥെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അസുഖം പലപ്പോഴും ഹൃദയത്തെ മാത്രം ബാധിക്കുന്നതായിട്ടാണ് നമ്മളിൽ പലരും ധരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അങ്ങനെയല്ല. ഹൃദയത്തെ ബാധിക്കുന്ന അതേപോലെ തന്നെ അത് മറ്റ് അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൃദയത്തെ കൂടാതെ പ്രധാനമായിട്ടും 4 അവയവങ്ങളെയാണ് രക്തധമനികളുടെ ബ്ലോക്ക് ബാധിക്കാൻ സാധ്യതയുള്ളത്. അതിൽ ഒന്നാമത്തേത് കഴുത്തിലൂടെ പോകുന്ന തലയിലേക്കുള്ള രക്തധമനി, അതായത് കരോട്ടിഡ് ആർട്ടറി. ഈ രക്തക്കൊഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പലപ്പോഴും സ്ട്രോക്ക് സംഭവിക്കാം, അതുപോലെ തന്നെ കാഴ്ച നഷ്ടപ്പെടാം, ചിലർക്ക് തലകറക്കം സംഭവിക്കാം. രണ്ടാമത്തത് കിഡ്നിയിലേക്കുള്ള രക്തധമനി, റീനൽ ആർട്ടറി. ഇതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ക്രമാതീതമായ രീതിയിൽ മരുന്നുകൾ കൊണ്ടുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര BP കൂടാനാണ് സാധ്യത. അതിനു പുറമെ ചില ആളുകൾക്ക് നെഞ്ചിൽ പെട്ടെന്ന് നീര് കയറുന്ന ഫ്ലാഷ് പൾമണറി ഇഡിമ, അതും സംഭവിക്കാം. മൂന്നാമത്തത് പെരിഫറൽ ആർട്ടറീസ് എന്ന് വെച്ചാൽ കാലിലെ രക്തധമനികൾ. ഇങ്ങനെയുള്ളവർക്ക് നടക്കുന്ന സമയത്ത് കാലിൽ കടച്ചിൽ വരാം, അതുപോലെ തന്നെ കാലിൽ മുറിവ് സംഭവിച്ചാൽ ഉണങ്ങാത്ത അവസ്ഥ സംഭവിക്കാം. നാലാമത്തത് വെർട്ടിബ്രൽ ആർട്ടറി. ഇത് തലച്ചോറിലേക്ക് പോകുന്ന ഒരു പ്രത്യേക രക്തധമനിയാണ്. ഇതിൽ തടസ്സമുണ്ടെങ്കിൽ തലകറക്കവും ബാലൻസിന്റെ പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം. ഇനി ആരൊക്കെയാണ് ഇതുപോലുള്ള രക്തധമനികളുടെ ബ്ലോക്കിനെ കുറിച്ച് സംശയിക്കേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ BP കൺട്രോൾ ആവാത്തവര്, അതുപോലെ തലകറക്കമുള്ളവര്, സ്ട്രോക്ക് വന്നവര്, കാലിലെ മുറിവ് ഉണങ്ങാത്തവർ, നടക്കുന്ന സമയത്ത് കാലിൽ കടച്ചിലുള്ളവര്, കാഴ്ചക്ക് പ്രശ്നം സംഭവിച്ചവര്, കാഴ്ച നഷ്ടപ്പെട്ടവർ, ഇവരെല്ലാം രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ചില പ്രത്യേക ടെസ്റ്റുകളിലൂടെ നോക്കുന്നത് നന്നായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ECG നോർമൽ ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആണെങ്കിലും കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിലെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കാനുള്ള റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാലിലെ ഉണങ്ങാത്ത മുറിവുകൾ എങ്ങനെ ഹാർട്ടിലേക്ക് ബാധിക്കാം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം.